കവി പ്രഭാവർമ്മയുടെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. എഴുത്തുകാരിയും എംപിയുമായ കനിമൊഴി കരുണാനിധിയാണ് പ്രകാശനം ചെയ്തത്. ചിലപ്പതികാരത്തിലെ കണ്ണകിയെപ്പോലെ ഈ കാലഘട്ടത്തിൽ സാമ്രാജ്യങ്ങളെ വീഴ്ത്താനുള്ള ശേഷി സാഹിത്യത്തിനുണ്ടെന്ന് കനിമൊഴി വ്യക്തമാക്കി. കവി പ്രഭാവർമ്മയുടെ ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്ന കവിതാ സമാഹാര പ്രകാശനം തിരുവനന്തപുരത്ത് നടന്നു. YMCA ഹാളിൽ നടന്ന ചടങ്ങിൽ കനിമൊഴി കരുണാനിധിയിൽ നിന്ന് കവിയും നർത്തകിയുമായ ഡോക്ടർ രാജശ്രീ വാര്യർ പുസ്തകം ഏറ്റുവാങ്ങി. മുൻ ചീഫ് സെക്രട്ടറി R. രാമേന്ദ്രൻ നായർ അധ്യക്ഷനായി. ഡോക്ടർ C. ഉദയകല, ഡോക്ടർ കായംകുളം യൂനുസ്, S. മഹാദേവൻ തമ്പി, രവി DC തുടങ്ങിയവർ പങ്കെടുത്തു. ഡോക്ടർ KR ശ്യാമ കവിത ആലപിച്ചു. കേരളത്തിൽ അല്ലാതെ മറ്റൊരിടത്തും സാഹിത്യ സദസ്സിനും പുസ്തക പ്രകാശത്തിനും നിറഞ്ഞ സദസ്സ് കാണാൻ കഴിയില്ലെന്ന് കനിമൊഴി പറഞ്ഞു. Burnt Madurai along with the injustices there, the unfairness. It is the silambu, it is the kanal, the anger, the fire of a woman, just not one woman, of many women who've been suppressed for generations and ages. It is just not Kannagi's anger, it is Madhavi's anger, it is Manimekalai's anger. It was everything together. That silambu had the power to bring down a king, a kingdom, and to burn Madurai. മാർക്കറ്റിലെ ഫാഷൻ അനുസരിച്ച് കവിത എഴുതിയിട്ടില്ലെന്നും ചെയ്തവയൊന്നും പാഴായി പോയില്ലെന്നതിൽ അഭിമാനമുണ്ടെന്നും പ്രഭാവർമ്മ പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.